നമസ്കാരം. തലനാടൻ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ പിലാനസ്ബർഗ് നാഷണൽ പാർക്കിൽ നിന്നുമാണ്. ഇന്ന് ആനയും ടൈഗറും ലെപ്പേഡുമൊക്കെ വസിക്കുന്ന ആഫ്രിക്കൻ വനാന്തരത്തിലേക്കാണ് എൻ്റെ യാത്ര. ഈ കാണുന്ന ചെറിയ വാഹനങ്ങൾ മുതൽ വലിയ ടെമ്പോകൾ വരെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നിരവധി ടൂർ കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. മാൻക്വേ ഗെയിം ട്രാക്കേഴ്സ് എന്ന ടീമിനൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവറാണിത്. പേര് ടാറ്റോ. ക്യാമറ കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ ആവേശമായി. ഒപ്പം അദ്ദേഹം ഡാൻസും കളിക്കുന്നുണ്ടായിരുന്നു. Yeah, that is what I'm gonna try to show you as many animals as I can. I don't promise you what we're gonna see, but we'll try. യാത്രയെക്കുറിച്ചും വന്യമൃഗങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ടാറ്റയോടൊപ്പം ഞങ്ങൾ 13 പേരാണ് പിലാനസ്ബർഗിലെ കാട്ടിലേക്ക് കയറുന്നത്. So yeah, if you're ready, I'm ready. Okay, chalo. Yes. വലിയ ഇരുമ്പ് ഗേറ്റിൽ കടന്നു വേണം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. Okay. So if you see a bush, look like an animal, don't hesitate to stop me. Even a suspicious row, because when rhino and elephant and hippo are sleeping, they look completely like rocks. Voila. I think you see something over here. 50 മീറ്റർ മുമ്പിലേക്ക് സഞ്ചരിച്ചപ്പോൾ തന്നെ ആഫ്രിക്കൻ ബുഷ് എലിഫന്റിനെ ഞങ്ങൾ സ്പോട്ട് ചെയ്തു. അവൻ പതുക്കെ നടന്നു നേരെ വരികയാണ്. കുറ്റിക്കാട്ടിലെ ചെറിയ മരച്ചില്ലകളാണ് അവൻ്റെ ലക്ഷ്യം. ആഫ്രിക്കൻ ആനകൾ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര ഭംഗിയുള്ളവയല്ല. വലിയ വീതിയുള്ള ചെവികളാട്ടി അവൻ മരച്ചില്ലകൾ ഒടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 15 മീറ്റർ ദൂരത്തിലാണ് ഞാനും അവനും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ദക്ഷിണാഫ്രിക്കയിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ റസ്റ്റൻബർഗിന് വടക്ക് ഭാഗത്തായാണ് ഈ പിലാനസ്ബർഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1.2 ബില്യൺ വർഷം പഴക്കമുള്ള വംശനാശം സംഭവിച്ച ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഗർത്തത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഈ വനമേഖലയ്ക്ക് 572 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണുള്ളത്. 188 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ട്രാക്കുകൾ ഉണ്ടെങ്കിലും എല്ലാം ടാർ ചെയ്തവയല്ല. കഗാബോ എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സഫാരി ടീമിൻ്റെ വാഹനമാണിത്. അവർ മടങ്ങിപ്പോവുകയാണ് കാഴ്ചകൾ കണ്ട ശേഷം. കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന കുറ്റിക്കാടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രധാനമായും 3 റോഡുകളാണ് ഇവിടെയുള്ളത്. കഗാബോ, കുബു, ഷ്വാന എന്നിവയാണവ. പർവ്വതച്ചരിവുകളിൽ മേഞ്ഞു നടക്കുന്ന ആഫ്രിക്കൻ ആനകളെ അങ്ങ് ദൂരത്തായി കാണാൻ കഴിയുന്നുണ്ട്. പാർക്കിന്റെ മധ്യഭാഗത്തായി കൃത്രിമമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു തടാകവുമുണ്ട്. മാൻക്വ അണക്കെട്ടെന്നാണ് അതിൻ്റെ പേര്. ഇതിനകത്ത് ഒരു വറ്റാത്ത നദിയും നിരവധി ശുദ്ധജല ഉപ്പുവെള്ള നീരുറവകളുമുണ്ട്. ഹിപ്പോപ്പൊട്ടാമസുകൾ ഭക്ഷണം കഴിച്ച ശേഷം തടാകത്തിന്റെ കരയിൽ വിശ്രമിക്കുകയാണ്. ഹിപ്പോയുടെ പ്രത്യേകതകൾ ഗൈഡ് വിശദീകരിച്ചു തരികയാണ്. In this dam we have 4 female of hippos. Okay. 1 guy and 3 females. When it comes to hippopotamus, they are polygamous. So if you are a female, you are more than welcome to their house. But if you are a male, you have to fight for their house and take over if you win. But if you don't, you have to run for your life. But if you are a female, you are more than welcome, my lady. So yeah, hippos, they live plus minus 40 years. തടാകത്തിന്റെ ഓരത്തും മരച്ചില്ലകളിലുമായി നിരവധി പക്ഷിക്കൂട്ടങ്ങളെയും സ്പോട്ട് ചെയ്യുവാൻ കഴിഞ്ഞു. ഉണങ്ങിയ പുല്ലുകൾക്കൊപ്പം പച്ച പിടിച്ചു നിൽക്കുന്ന ചെറുമരങ്ങൾ അടങ്ങിയ പിലാനസ്ബർഗ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്.
ഇവിടെ നമുക്ക് സ്വന്തം വാഹനത്തിൽ വേണമെങ്കിലും പാസ് എടുത്ത് സഞ്ചരിക്കുവാൻ കഴിയും. നമ്മുടെ നാടുകളിൽ സുലഭമായി കാണുന്ന പന്നിക്കൂട്ടങ്ങൾ ഇവിടെ എത്തിയപ്പോഴും കാണാൻ കഴിഞ്ഞു. കുട്ടികൾക്കും കുടുംബത്തോടുമൊപ്പം സഞ്ചരിക്കുന്ന ഇവർക്ക് തലമൂത്ത നല്ല തേറ്റയുള്ള ഒരു തലവൻ കൂടെയുണ്ട്. റോഡ് മുറിച്ച് കടന്നു പോവുകയാണവർ. Antelope. It's a dude. Stay and walk. They are very small. അല്പം കൂടി മുന്നോട്ട് ചെന്നപ്പോൾ ചെറിയൊരു ആൻറ്റലോപ്പിനെ കാണാനായി. സ്റ്റീൻബോക്ക് വിഭാഗത്തിൽപ്പെട്ടതാണിത്. തൊട്ടടുത്ത് തന്നെ കുറ്റിക്കാട്ടിൽ റൈനോയുമുണ്ട്. അങ്ങ് ദൂരത്തായി ജിറാഫും ഒപ്പം ഒറ്റയ്ക്ക് നടന്നു വരുന്ന ആനയുമൊക്കെ ഈ യാത്രയിൽ നമുക്ക് കാണാം. Eventually, in Pilanesberg, we do have 2 species of a giraffe. The other one from Congo and the other one from Namibia. They did mixed breed, so don't say the darker one is a male or the lighter one is a female. You look at the ossicon, the horn. If they are big and bold, it's a male. But when it's thinner and there's a hair on top, it's a female. So this is a female, right? No, this one is a male. A male has temporal association with the females, so most of the time you see them alone. ആനയുടെ കാലിലൂടെ ഇങ്ങനെ നിരന്തരം മൂത്രമൊഴുകുന്നുണ്ട്. മേറ്റിങ്ങിൻ്റെ ഭാഗമായി ഇണയെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നത്. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ മറ്റൊരുവനെയും കൂടി കാണാനായി. ഇവിടെ ഈ കൊമ്പൻ ചെളിമണ്ണ് വാരി പൂശിയിരിക്കുകയാണ് അവൻ്റെ പുറത്ത്. അവനും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. You see, this guy have mud on himself. Yeah. That is kind of Play. a sunscreen to them. Yeah. Oh, sunscreen. Yeah, 2008 or 2006. Our elephants, they did not have to breed. They were forming gangs to kill rhinos. So they were killing rhinos. So they introduced 5 males from Kruger. So those 5 males, they did teach these guys how to become a man. That is why now we have plus minus 400 in the park. Okay. Yes. തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കാട്ടാനക്കൂട്ടത്തെയും ഞാൻ സ്പോട്ട് ചെയ്തു. അതിൽ ചെറുതും വലുതുമായ ധാരാളം ആനക്കൂട്ടങ്ങളുണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്ക. കുട്ടിയാനയുടെ ഭംഗിയൊക്കെ നോക്കി നിൽക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ ശരിക്കും ഞെട്ടി. തൊട്ടടുത്തായി തന്നെ വലിയൊരു ആനക്കൂട്ടം തന്നെയുണ്ട്. അവരോടൊപ്പം ഒരു കുഞ്ഞു കുട്ടി കൊമ്പനെയും കാണാൻ പറ്റി. അവനോടൊപ്പം അമ്മയുമുണ്ട്. No, look at the eyes are sleepy. She is not looking at us. Okay. Yeah. So cute. Such a small. Then pick Lena. I'm taking a video. I'm taking picture. കാട്ടിലൂടെ വീണ്ടും ഞങ്ങൾ മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ സുന്ദരിയായ ഒരു ജിറാഫിനെ കൂടി കാണാൻ കഴിഞ്ഞു. കഴുത്തിൻ്റെ പിറകുവശം രോമാവൃതമാണ്. ഇത് ഫീമെയിലാണ്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. എന്തോ ഭാവി പരിപാടികൾ ആലോചിച്ച് നിൽക്കുകയാണ് അവൾ. എന്നെ ആരും കാണണ്ട എന്ന മട്ടിൽ നിൽക്കുന്ന അവളെ ഞങ്ങൾ കണ്ടിട്ടേ പോകൂ എന്ന വാശിയിൽ ഡ്രൈവർ വണ്ടി റിവേഴ്സ് എടുത്ത് അല്പം കൂടി ഉള്ളിലേക്ക് വണ്ടി കയറ്റിയിട്ടു. ഇപ്പോൾ ഞങ്ങൾക്ക് അവളുടെ ഫേസ് നന്നായി കാണാൻ കഴിയുന്നുണ്ട്. അവൾ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പനേരം അവളെ കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര ആരംഭിച്ചു. റോഡിൽ ഓരോ ഇടങ്ങളിലേക്ക് പോകുവാനും പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം ചെറിയ വീടുകൾ പോലെ കല്ലുകൾ കൊണ്ടുണ്ടാക്കി അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ടൂർ ഗൈഡുകൾ വോക്കി ടോക്കിയിൽ പരസ്പരം ആശയവിനിമയം നടത്തുകയാണ്. പോകുന്ന വഴിവക്കിൽ എവിടെയെങ്കിലും ഒരു അനിമലിനെ സ്പോട്ട് ചെയ്താൽ അവർ തങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മറ്റുള്ളവർക്കും അതേ സ്പോട്ടിൽ എത്തിച്ചേരുവാൻ കഴിയും. മുൻപോട്ട് സഞ്ചരിക്കവേ ഡ്രൈവർ എന്തോ കണ്ട് വണ്ടി റോഡിൽ ചവിട്ടി നിർത്തി. ബബൂണുകളുടെ കാൽപ്പാടുകളാണിവ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ അവ കാണാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ വീണ്ടും മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. തൊട്ടടുത്തായി തന്നെ മെയിൽ ഫീമെയിൽ വിഭാഗത്തിൽപ്പെട്ട ആൻറ്റിലോപ്പുകളെ കാണാനായി. ടാറ്റോ വിശദമായി അവയുടെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. Yeah, this one is an impala, this one is a kudu. Female kudu, male impala.
On your right. Yeah, good. They came from camel family. Look at their back, same as giraffe. Yeah. So that guy is a loner. Yeah. So maybe soon he will join the bachelor group of Impala, males only, no female allowed. Men's conference, you know. Yeah, maybe this guy is dealing with this stress that he lost the female few months ago. Oh. So yeah, eventually when it comes to Impala, Udu antelope. Impala, sorry. Impala, in April. Right side in Impala. Yeah, this one is an Impala. So maybe this guy, this is why he's dealing with stress. You know, he lost 20 females. Imagine. That is why they get pregnant together and get birth together because they get same heat together. രാവിലെയും വൈകുന്നേരത്തുമാണ് ടൂറിസ്റ്റുകൾ ധാരാളമായി ഇവിടേക്ക് സഞ്ചാരത്തിനായി ഇറങ്ങുന്നത്. 3 മണിക്കൂർ മുതൽ 3 ദിവസം വരെ നീളുന്ന ടൂർ പാക്കേജുകളാണ് നമുക്കിവിടെ നിന്നും തിരഞ്ഞെടുക്കാൻ കഴിയുക. ഏർലി മോർണിംഗ് അല്ലെങ്കിൽ സൺസെറ്റ് ടൈമോ ആണ് സഞ്ചാരത്തിന് ഏറ്റവും നല്ല സമയം. 3 ഡേ പാക്കേജ് എടുത്താൽ ഈ വനമേഖലയുടെ ഏകദേശം കാഴ്ചകൾ നമുക്ക് കവർ ചെയ്യുവാൻ കഴിയും. പക്ഷെ ഞങ്ങൾ 3 മണിക്കൂർ സൺസെറ്റ് പാക്കേജാണ് എടുത്തിരിക്കുന്നത്. മറ്റ് വനമേഖലകളിൽ കാണുന്ന വലിയ മരങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ യാത്രയിൽ കാണാൻ കഴിയുന്നില്ല. ജൂൺ മാസമായതിനാൽ പുല്ലുകളെല്ലാം വെയിലേറ്റ് കരിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ സൺസെറ്റ് ടൈം ആകുമ്പോൾ ഇതിൻ്റെ ഭംഗിയാകെ മാറും. എന്നാൽ മരങ്ങളൊക്കെ ഇപ്പോഴും നല്ല പച്ചപ്പിലാണ്. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ പ്രദേശമാണിത്. അവയ്ക്കിടയിലും മുകളിലുമായി വളർന്നു നിൽക്കുന്ന ചെറുമരങ്ങൾ കാണാൻ നല്ല രസമാണ്. ടാറിട്ട റോഡാണെങ്കിലും ചിലയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒപ്പം നല്ല പൊടിയും. നിരന്തരം വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് കൊണ്ടാകാം ഇങ്ങനെ സംഭവിക്കുന്നത്. യാത്രക്കിടയിൽ അങ്ങ് ദൂരത്തായി ഒരു ബബൂണിനെ കാണാൻ പറ്റി. പക്ഷേ അവൻ കുറച്ചധികം ദൂരത്തിലായിരുന്നു. അവനോടൊപ്പം മറ്റൊരു ബബൂണിനെയും തൊട്ടടുത്ത് കാണാൻ കഴിഞ്ഞു. നേരത്തെ തടാകത്തിന് സൈഡിൽ കിടന്ന് വിശ്രമിക്കുന്ന റൈനോകളെയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ റോഡ് വക്കിൽ നിന്ന് പുല്ലുകൾ തിന്നുന്ന റൈനോകളെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഓരോ നിമിഷവും ഈ വനമേഖലയുടെ സൗന്ദര്യം മാറിമറിയുന്നുണ്ട്. സ്ഥായിയായ ഒരു ഭാവമെന്ന് പറയാൻ പറ്റുന്നില്ല. സൂര്യപ്രകാശം അടിക്കുന്നതിനനുസരിച്ച് അവയിൽ വ്യതിയാനം വരുന്നുണ്ട്. പിലാനസ്ബർഗ് നാഷണൽ പാർക്കിലെ വൈൽഡ് ബീസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വന്യമൃഗമാണിത്. സാധാരണ കെനിയയിൽ മൈഗ്രേഷൻ സമയത്ത് ഇവയെ നമ്മൾ ധാരാളം വീഡിയോയിൽ കൂടി കണ്ടിട്ടുണ്ട്. അവയെ വേട്ടയാടുന്ന ടൈഗറും ലെപ്പേഡുമൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ധാരാളം കാണാൻ കഴിയും. ഇവയെ തൊട്ടടുത്ത് കാണുവാനുള്ള അവസരമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവ കൂട്ടമായി പുല്ലുമേഞ്ഞ് നടക്കുകയാണ് ഇവിടെ. വഴിമധ്യേ തൊട്ടടുത്തായി തന്നെ കണ്ട ഭൂപ്രദേശമാണിത്. വിവിധ നിറങ്ങളിൽ ചാലിച്ചു നിൽക്കുന്ന മരക്കൂട്ടങ്ങൾ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന പ്രദേശം. ഈ ഇടത്ത് ധാരാളം വലിയ മരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുന്നോട്ട് പോയപ്പോൾ കുറ്റിക്കാട്ടിൽ മറ്റൊരാളെ കൂടി കണ്ടെത്താനായി. 4ഓളം സീബ്രകൾ റോഡിന് തൊട്ടടുത്തായി പുല്ലും കഴിച്ച് നിൽക്കുകയാണ്. കാട്ടിന് നടുക്കുള്ള നദിയുടെ സമീപത്ത് കൂടിയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. അവിടെയും തീരത്തിന് സമീപം റൈനോകളെ കാണാൻ കഴിയുന്നുണ്ട്. വാട്ടർ ബക്ക് വിഭാഗത്തിൽപ്പെട്ട ആൻറ്റിലോപ്പുകളാണിത്. ഇവ വലുതും കരുത്തുറ്റതുമായ മാൻ വിഭാഗത്തിൽപ്പെട്ടവയാണ്. ഇവയുടെ പുറകുവശത്ത് വളയം പോലുള്ള ഒരു ചെറിയ മാർക്കം കൂടിയുണ്ട്. ഇത് വച്ചാണ് ഇവയുടെ വംശത്തെ വേർതിരിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. KWA മാരിടൈം ഹൈഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്.
ഇവിടെ ബസ് നിർത്തി നമുക്ക് നടന്ന് കാഴ്ചകൾക്കായി പോകാൻ കഴിയും. ഇതൊരു ഫെൻസിംഗ് ഉള്ള ഏരിയയാണ്. കാടിന് നടുവിൽ മുള്ളുവേലിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ സന്ദർശകർക്ക് ഇരുന്ന് വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനുള്ള പ്രത്യേകം സ്ഥലങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പാകത്തിലാണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. ഫെൻസിംഗ് എന്നാൽ ഇലക്ട്രിക് ലൈനുകളൊന്നുമല്ല, ചെറിയ കമ്പിവേലിയാണ്. ഇതിലൂടെ കാട്ടുമൃഗങ്ങൾക്ക് അകത്ത് വേണമെങ്കിൽ പ്രവേശിക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ സുരക്ഷിതമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാം. ലെപ്പേഡും സിംഹവും കാട്ടുപോത്തും ആനയും ഒക്കെ വിഹരിക്കുന്ന പ്രദേശം കൂടിയാണിവിടം. താഴെ അതിമനോഹരമായ മാൻക്വേ ഡാമാണ്. ഡാം സൈറ്റിൽ ധാരാളം മുതലകളും പക്ഷികളും ഒക്കെയുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും. ഇക്കാണുന്ന വലിയ പാറക്കൂട്ടങ്ങൾ താണ്ടി വേണം താഴേക്ക് പോകുവാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ഉൾക്കാട്ടിലാണ്. പക്ഷേ അല്പം പേടിയുണ്ട്. എങ്കിലും ഈ കാഴ്ചകളൊക്കെ കാണുവാൻ അതിഗംഭീരമാണ്. ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ വരുന്ന വഴി കണ്ടു. അതുപോലെ തന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളെയും കണ്ടു. ശരിക്കും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ട്രിപ്പായിരുന്നു എനിക്ക് ഈ ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെയുള്ള കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചത്. ശരിക്കും ഈ കരച്ചിൽ കേട്ടാൽ നമുക്ക് പേടി തോന്നും. കാട്ടിനുള്ളിലെ മരച്ചില്ലയിൽ ഇരുന്നൊരു പക്ഷി കൂകി വിളിക്കുന്നുണ്ട്. ഒരുപക്ഷെ എന്നെ കണ്ടതിൻ്റെ അപായം മനസ്സിലാക്കി അവ മറ്റുള്ളവരെ അറിയിക്കുന്നതായിരിക്കാം. അവർക്കും ജീവനിൽ ഭയമുണ്ടാകും. കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എൻ്റെ കൂടെ വന്നവർ കുറച്ച് മുകളിലുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് താഴേക്കാണ് വന്നിട്ടുള്ളത്. എനിക്ക് തൊട്ട് താഴെ ഒരു നല്ല തടാകമുണ്ട്. വളരെ നല്ല കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പുറത്ത് ഒരു വലിയ മലയാണ്. താഴെ നല്ല സുന്ദരമായ കാഴ്ചകളും. വന്യമൃഗങ്ങൾ ധാരാളമുള്ള ഇടമാണിത്. ഒരുപക്ഷെ ഈ ഏരിയ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിരിക്കൊണ്ടായിരിക്കാം നമുക്ക് കുറച്ച് ദൂരം ഇറങ്ങി നടക്കാനുള്ള പെർമിഷൻ അവർ തന്നിട്ടുണ്ട്. ഇതിനകം കുറച്ച് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇറങ്ങി നടക്കാൻ കഴിയുകയില്ല. ശരിക്കും ഇതൊരു കുറ്റിക്കാട് തന്നെയാണ്. ഭയങ്കര പേടി തോന്നും നമുക്ക്. വനത്തിനുള്ളിൽ ചില സൂചനാ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. മെയിൻ പാതയിൽ നിന്നും ഏകദേശം 300 മീറ്ററോളം അകത്തേക്ക് ഞാൻ സഞ്ചരിച്ചു. ഈ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ ചുറ്റും പുല്ലുകളൊക്കെ ഉണങ്ങി നിൽക്കുകയാണ്. സന്ദർശകർ വരുന്നതിനാൽ ഈ കാട്ടിലും വേസ്റ്റ് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫെൻസിംഗ് ഉണ്ടെങ്കിലും ഇതിനകത്ത് കാട്ടാനകൾ കയറിയതിൻ്റെ ലക്ഷണമൊക്കെ നമുക്ക് ഈ വഴികളിൽ കാണാം. ആനപ്പിണ്ടം അവിടെവിടെയായി ചിതറിക്കിടക്കുന്നുണ്ട്. ചുറ്റും കണ്ണോടിച്ചാൽ അതിമനോഹരമായ മൊട്ടക്കുന്നുകൾ. പോക്കുവലയേറ്റ് ഈ പ്രദേശം മൊത്തത്തിൽ മഞ്ഞ നിറമായാണ് കാണുന്നത്. മറുവശത്ത് സുന്ദരമായ മൊട്ടക്കുന്നുകൾ. കുറച്ച് സമയം കയ്യിലുണ്ടായിരുന്ന സ്നാക്സൊക്കെ കഴിച്ച് ഞാൻ അവിടെ സമയം ചിലവഴിച്ചു. കൂടെ വന്നവരെല്ലാം തിരികെ മടങ്ങിയിട്ടുണ്ട്. എന്നെയും കാത്ത് ഡ്രൈവർ അങ്ങ് ദൂരത്തായി നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു.
കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞാൻ വേഗം അവിടേക്ക് തിരിച്ചു. ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യുവാനുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 7 മണിയോടടുക്കുന്നു. അസ്തമയ സൂര്യൻ മടങ്ങാതെ ഇപ്പോഴും അവിടെ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ആ ശോഭയിൽ ഈ പ്രദേശം ചുവന്നു തുടുത്തും മഞ്ഞ നിറത്തിലുമൊക്കെ ആയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഈ ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും നല്ല പൊടിപടലം കൂടി ഈ യാത്രയിൽ സമ്മാനമായി ലഭിക്കുന്നുണ്ട്. ഡ്രൈവർ എന്തോ കണ്ട് വേഗം വണ്ടി നിർത്തി. ഒപ്പം നല്ല പൊടിയും പാറി അകത്തേക്ക് കടന്നു വന്നു. റോഡരികിൽ ഏതോ വന്യമൃഗത്തിൻ്റെ ഫുട് പ്രിൻ്റ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. I think this is lions. Leopard. Down, down. My God. Yeah, we saw the. ലെപ്പേർഡിന്റെ ഫുട് പ്രിന്റാണ് ഈ കാണുന്നത്. നമ്മൾ അടുത്തെവിടെയോ ലെപ്പേർഡ് ഉണ്ട്, പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല. ലെപ്പേർഡിന്റെ ഫുട് പ്രിന്റാണ് ഈ കാണുന്നത്. നിർഭാഗ്യവശാൽ നമുക്ക് ഈ ഏരിയയിൽ ലെപ്പേർഡിനെ സ്പോട്ട് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഡ്രൈവർ ഇവിടെ സ്പോട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അദ്ദേഹം പകർത്തിയ വീഡിയോയും അദ്ദേഹം ഷെയർ ചെയ്തു. വൈൽഡ് ബീസ്റ്റിൻ്റെ വലിയൊരു വിഭാഗത്തെ തന്നെ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കാണാനായി. തണുത്ത കാറ്റും ഒപ്പം നന്നായി അടിക്കുന്നുണ്ട്. അങ്ങ് ദൂരെയുള്ള തടാകത്തിൻ്റെ കരയിൽ ഒരു മുതലയെ കൂടി ഞാൻ കണ്ടെത്തി. സന്ധ്യ ആയതുകൊണ്ട് തന്നെ വിഷ്വൽ ക്ലാരിറ്റിയിൽ അല്പം കുറവുണ്ട്. ഇര പിടിക്കാനായി അവൻ കാത്തിരിക്കുകയാണ്. അവൻ്റെ മുൻപിലേക്ക് ഏതോ ഒരു കിളി കടന്നു വരുന്നുണ്ട്. രാത്രി സവാരിക്ക് പോകുന്നവരാണിവർ. ധാരാളം സ്വകാര്യ വാഹനങ്ങളും രാത്രിയിൽ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. മടക്കയാത്രയിൽ റോഡിന് കുറുകെ കയറി വഴിമുടക്കി നിൽക്കുകയാണ് സുന്ദരന്മാരായ സീബ്രകൾ. ഞങ്ങളെ കൂടി കണ്ട് ഫോട്ടോ എടുക്കാതെ നിങ്ങളെ മടങ്ങിപ്പോകാൻ അനുവദിക്കില്ല എന്ന മട്ടിൽ റോഡിന് നടുഭാഗത്ത് നിലയുറപ്പിച്ച് നിൽക്കുകയാണവർ. 5 മിനിറ്റ് നേരം ഞങ്ങൾക്ക് അങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു. അവർ വഴി മാറുന്നതേയില്ലായിരുന്നു. പിന്നെ പതുക്കെ അവർ വഴി മാറി തന്നു. ഇനിയാണ് ഈ യാത്രയിലെ വമ്പൻ ട്വിസ്റ്റ് നടന്നത്. മുന്നോട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ റോഡിലൂടെ ചിഹ്നം വിളിച്ച് മന്ദം മന്ദം നടന്നു വരികയാണ് ഒരൊറ്റ കൊമ്പൻ. ശരിക്കും പെട്ടു ഗൈസ് എന്ന് വേണമെങ്കിൽ പറയാം. മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റുകൾ ഉപയോഗിക്കരുതെന്ന് ഡ്രൈവർ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകി.
പിന്നെ വണ്ടിക്ക് സമീപം വന്ന് അവൻ നിലയുറപ്പിച്ചു. പിന്നെ സൂക്ഷിച്ചു നോക്കി. പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവൻ പതുക്കെ നടന്നകന്നു. ശ്വാസമടക്കി പിടിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു മിക്കവർക്കും അത്. ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം ആർക്കും ഉണ്ടായിട്ടില്ല, അതും ഒരൊറ്റ കൊമ്പന്റെ മുമ്പിൽ. കാട്ടിന് പുറത്തെത്തി ഗൈഡിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ജോഹന്നാസ്ബർഗിലേക്ക് യാത്ര തിരിച്ചു. പലനാടൻ്റെ യാത്രകൾ തുടരുകയാണ്. പിലാനസ്ബർഗ് നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മടിക്കരുത്. ഒപ്പം വരൂ, ഒത്തിരി കാണാം.